إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا عليكم أنفسكم لا يضركم من ضل إذا اهتديتم إلى الله مرجعكم جميعا فينبئكم بما كنتم تعملون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തെ അങ്ങോളം ഇങ്ങോളം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ മുറുകെ പിടിച്ച് തഖ്വ കൈവിടാതെ ജീവിക്കാൻ അവസാന ശ്വാസം വരെയും ദീനിന്റെ മാർഗത്തിൽ നിന്ന് കടുകട വ്യതിചലിക്കാതെ അവസാന ശ്വാസം കൂടി ഇസ്ലാമിൽ ലയിച്ചു മരിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ തർബിയത്തുമായി ബന്ധപ്പെട്ട ചില സംഗതികൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. സലഫി തർബിയ എന്ന് പറഞ്ഞാൽ സലഫുകൾ എങ്ങനെയാണ് ഇസ്ലാമിക ശിക്ഷണം നടത്തിയത്, നേടിയത്, ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ നമ്മൾ എന്തു ചെയ്യണം, എവിടെ തുടങ്ങണം എന്നതാണ് ഞാൻ അടിസ്ഥാനപരമായി ഇന്ന് നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി സലഫി ആരാണ്, സലഫിയത്ത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സലഫിയത്താണ് ഇസ്ലാമിന്റെ ജീവിതമാർഗം. സലഫുസ് സാലിഹുകൾ അഥവാ സഹാബികൾ, താബിഉകൾ, താബിഉ താബികൾ എന്ന ആദ്യത്തെ 3 തലമുറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിച്ച ആ 3 തലമുറ അവരെങ്ങനെ ദീൻ മനസ്സിലാക്കിയോ അതനുസരിച്ച് മനസ്സിലാക്കുകയും അവരെങ്ങനെ ജീവിതത്തിൽ ദീൻ ഉൾക്കൊണ്ടുവോ അതനുസരിച്ച് ഉൾക്കൊള്ളുകയും ചെയ്താൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് സലഫി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബികൾ, അവർ റസൂലിൽ നിന്ന് നേരിട്ട് ദീന് പഠിച്ചവരാണ്. അവരിൽ നിന്നും ദീന് പഠിച്ചവരാണ് താബിഉകൾ, അവരിൽ ദീന് പഠിച്ചവരാണ് തബഉ താബിഉകൾ. ഇവരെയാണ് ഉത്തമ തലമുറകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതാണ് സഹാബത്തിനെ പറ്റി പറഞ്ഞിടത്ത് ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. വേദക്കാരെ സംബന്ധിച്ച് പറയാണ്, സഹാബികളായ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ അവർ സന്മാർഗം പ്രാപിച്ചു. അപ്പൊ സഹാബികൾ എങ്ങനെയാണ് ഈമാൻ ഉൾക്കൊണ്ടത്, അതുപോലെ ഉൾക്കൊള്ളണം. വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, ആ ജനങ്ങൾ വിശ്വസിച്ചതുപോലെ അഥവാ സഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കൂ എന്നവരോട് പറയപ്പെട്ടാൽ അവർ ചോദിക്കും, അനുഅ്മിനു കമാ ആമന സുഫഹാ, ഈ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയാണോ എന്ന് സഹാബത്തിനെ പരിഹസിച്ചുകൊണ്ട് മുനാഫിക്കീങ്ങൾ ചോദിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ സഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക എന്നതാണ് സലഫിയത്തിന്റെ അടിസ്ഥാനം. സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്തിൽ സഹാബത്തിനെ പ്രശംസിച്ചുകൊണ്ട് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളുമാകുന്ന സഹാബികൾ, അവരിൽ ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ, വല്ലദീന തബഉഹും ബിഇഹ്സാൻ, നന്മ പ്രവർത്തിച്ചുകൊണ്ട് അവരെ പിൻപറ്റിയവർ.
അവരെ കുറിച്ച് അള്ളാഹു കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്താ? റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളു അൻഹു, അവർ അള്ളാഹുവിനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വഅദ്ദലഹും ജന്നാത്തിൻ തജ്രി തഹതഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന നല്ല സുന്ദര സ്വർഗ്ഗങ്ങൾ അവർക്ക് വേണ്ടി അള്ളാഹു തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നു. അതാകുന്നു മഹത്തായ വിജയം. ആ സ്വർഗത്തിൽ അവർ ശാശ്വതരായിരിക്കും എന്നാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതാണ് വിജയത്തിന്റെ മാർഗം. സ്വർഗത്തിൽ പോകാൻ, അള്ളാഹുവിന്റെ പൊരുത്തം നേടുവാൻ നമുക്ക് ആവശ്യമായത് സലഫി മാർഗമാണ്, അഥവാ സഹാബത്തിന്റെ മാർഗം, താബികളുടെ മാർഗം. പലരും വിചാരിച്ച പോലെ ഇത് പിൽക്കാലത്തുണ്ടായിട്ടുള്ള ഒരു സംഘടനയോ ഒരു കൂട്ടായ്മയോ ഒരു ഗ്രൂപ്പോ ഒന്നുമല്ല. ഇത് ഇസ്ലാമിന്റെ ആദ്യകാലത്തുള്ള ആദിമ തലമുറകൾ ദീൻ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാലേ ദീനിനെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പോയാലേ സ്വർഗത്തിലെത്തൂ. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ആരെങ്കിലും സന്മാർഗം ഇന്നതാണെന്ന് വ്യക്തമായ ശേഷവും റസൂലുള്ളാഹിക്ക് എതിര് പ്രവർത്തിക്കുകയും സഹാബികളുടേതല്ലാത്ത മാർഗം, അന്നത്തെ മുഅ്മിനീങ്ങൾ അവരാ, ആ മുഅ്മിനുകളുടേതല്ലാത്ത മാർഗം ആരെങ്കിലും സ്വീകരിക്കുകയും ചെയ്താൽ അവൻ തിരിഞ്ഞിടത്തേക്ക് നാം അവനെ തിരിച്ചുവിടുന്നതും അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതുമാണ്. അപ്പൊ സഹാബത്തിന്റെ മാർഗം സ്വീകരിച്ചാലേ സ്വർഗത്ത് പോകാൻ സാധിക്കുള്ളൂ. സഹാബത്തിന്റെ മാർഗം കൈവിട്ടാൽ സ്വർഗത്ത് പോകാൻ സാധ്യമല്ല. ഇതാണ് സലഫിയത്ത്, സഹാബത്തിന്റെ മാർഗമാണ് സലഫിയത്ത് എന്ന് നമ്മൾ ഉറച്ചു മനസ്സിലാക്കണം. അതിലേക്കാണ് നമുക്ക് ജനങ്ങളെ ക്ഷണിക്കാനുള്ളത്. 1400 കൊല്ലം മുമ്പുള്ള ഇസ്ലാമിലേക്കാണ് നമുക്ക് ജനങ്ങളെ ക്ഷണിക്കാനുള്ളത്. ഇത് നമ്മൾ ഓരോരുത്തരും ശരിക്കും ഉൾക്കൊള്ളണം, നമ്മുടെ കുടുംബങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ ഈ പിൽക്കാലത്തുണ്ടായ ഏതോ പാർട്ടിയോ ഗ്രൂപ്പോ ഒന്നുമല്ല സലഫിയത്ത് എന്ന് പറയുന്നത്. സലഫികൾ എന്ന് പറയുന്നത് സലഫുസ് സാലിഹുകളുടെ മാർഗം സ്വീകരിച്ചാലേ സ്വർഗത്തിൽ പോകൂ, എന്നാലേ നരകത്ത് നിന്ന് രക്ഷപ്പെടൂ. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. കറയില്ലാത്ത, പിൽക്കാലത്ത് വന്നിട്ടുള്ള കൂട്ടിച്ചേർക്കലുകളില്ലാത്ത സ്വച്ഛമായ യഥാർത്ഥ അസ്ലി ഇസ്ലാം അതാണ്. ഇതിലേക്കാണ് നമ്മൾ ജനങ്ങളെ ക്ഷണിക്കുന്നത്, അല്ലെങ്കിൽ ക്ഷണിക്കേണ്ടത്. ഇന്ന് നിങ്ങൾ നോക്കൂ, പണ്ടൊക്കെ ഒരാൾക്ക് സലഫി എന്ന് പറയാൻ വളരെ പേടിയായിരുന്നു, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഒരു പുച്ഛമായിരുന്നു. ഇന്ന് അതെല്ലാം പോയി. ഇന്ന് സലഫി എന്ന് പറയാൻ ആളുകൾ അഭിമാനിക്കുന്നു. പക്ഷേ സലഫി എന്ന് പറഞ്ഞ് അഭിമാനിച്ച് നടക്കുന്ന പലരും എന്താണ് സലഫിയത്ത് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. സലഫി തെർബിയത്തിലേക്ക് വരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഞാൻ സലഫിയാണ്, എനിക്ക് സലഫികളോട് ഇഷ്ടമാണ്, സലഫിയത്തിന്റെ ആശയമാണെന്നൊക്കെ പറയുന്നല്ലാതെ യഥാർത്ഥ സലഫി തെർബിയത്ത് എന്താണ്, ആ തെർബിയയിലേക്ക് വരാൻ അവർക്ക് താല്പര്യമില്ല. അവരെ കുടുംബങ്ങൾ അതിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് താല്പര്യമില്ല. കാരണം അവർ സലഫിയത്തിനെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഏതാനും തർക്ക വിഷയങ്ങൾ മാത്രം പഠിച്ച് അതിങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരിക്കുക, അത് മാത്രം, അതിൽ അഹ്ലുസുന്നത്തിന്റെ നിലപാട് മൊത്തത്തിൽ ഉൾക്കൊണ്ടാൽ സമ്പൂർണ്ണ സലഫിയായി. അപ്പൊ ആദ്യമായിട്ട് തൗഹീദ് ഉൾക്കൊള്ളണം. അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, അവന്റെ പേരിൽ മാത്രം നേർച്ച വഴിപാടുകൾ നടത്തുക, അവന്റെ പേരിൽ മാത്രം മറവ് നടത്തുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം തവക്കുലാക്കുക. അങ്ങനെ അള്ളാഹുവിലേക്കുള്ള പ്രാർത്ഥനയും ഇസ്തിഗാസയും ഒക്കെ മടക്കി അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയൊക്കെ അവസാനിപ്പിച്ച് ബദരീങ്ങളെയോ മമ്പർത്തങ്ങളെയോ മറ്റേ ശേഖിനെ ഈ ശേഖിനെ ഒഴിവാക്കി ജാറത്തിലേക്കൊന്നും പോകില്ല, നേർച്ചല്ല. അങ്ങനെയൊക്കെ ആയാൽ ഒന്നാമത്തെ സ്റ്റെപ്പ് പൂർത്തിയായി, ഞാൻ സലഫിയായി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി സ്ഥിരപ്പെടാത്ത കുറെ അനാചാരങ്ങൾ, മാല, മൗലീദ്, റാത്തീബ്, അതുപോലെ തന്നെ ഒരുപാട് സംഗതികൾ, മരണാനന്തര അടിയന്തരങ്ങൾ, മരിച്ച വീട്ടില് ഖുർആൻ ഓതല്, മരിച്ച വീട്ടിലെ കണ്ണോക്ക് നടത്തല്, ഇങ്ങനെയുള്ള കുറെ അനാചാരങ്ങൾ, പിന്നെ മൗലിദ് ആഘോഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ 100% സലഫിയായി. പിന്നൊന്നും പ്രശ്നമല്ല. സാമ്പത്തിക രംഗത്തോ രാഷ്ട്രീയ രംഗത്തോ പെരുമാറ്റ രംഗത്തോ കുടുംബരംഗത്തോ സാമൂഹ്യ മറ്റു രംഗങ്ങൾ, അതൊന്നും പ്രശ്നമല്ല. അതൊക്കെ നമ്മൾ പണ്ടെങ്ങനെയാണോ അങ്ങനെ തന്നെ പോയാൽ മതി എന്നാണ് പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. ഏലസും മുറുക്കും മറ്റൊക്കെ ഒഴിവാക്കി. എന്നാൽ ഇസ്ലാമികമായ മറ്റ് ചികിത്സകളെ സംബന്ധിച്ച് അത് പഠിച്ചില്ല. തൗഹീദ് ഉൾക്കൊണ്ടു, പക്ഷേ ഷിർക്കിന്റെ ചില വശങ്ങൾ മാത്രമേ മനസ്സിലാക്കിയുള്ളൂ. ഷിർക്കിനെ പറ്റി നല്ലോണം പഠിക്കും, പക്ഷേ തൗഹീദ് പൂർണ്ണമായും പഠിച്ചില്ല. ബിദ്അത്തുകൾ ഒഴിവാക്കി, പക്ഷെ സുന്നത്ത് ശരിക്കും ഉൾക്കൊണ്ടില്ല. ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായി. അപ്പൊ നമ്മൾ മാലയും മൗലൂദും റാത്തീബൊക്കെ ഒഴിവാക്കി വീടുകളിൽ നമ്മൾ ഖുർആൻ പാരായണം തുടങ്ങിയോ? ഖുർആൻ ഓതാൻ അറിയാത്ത എത്രയോ സലഫികളുണ്ട്. സലഫിയായിട്ട് കുറെ വർഷങ്ങളായിട്ടുണ്ടാവും, ഖുർആൻ ഓതാൻ അറിയില്ല. പിന്നെന്ത് കാര്യമുള്ളത്? അപ്പൊ മാലയും മൗലീദും ഒഴിവാക്കിയവൻ ഖുർആൻ ഓതാൻ പഠിക്കണ്ടേ?
ഖുർആൻ ഓതാൻ ശരിക്കു പഠിക്കണം. ഇസ്ലാമികമായ എന്തെങ്കിലും ഗ്രന്ഥങ്ങൾ വായിക്കാൻ അയാൾക്കറിയോ? അതും അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ ചില തർക്ക വിഷയങ്ങൾ മാത്രം പഠിച്ച് അത് മാത്രം പഠിപ്പിച്ച് അങ്ങനെ കാലം കഴിച്ചാൽ മതി, ബാക്കിയൊന്നും പ്രശ്നമല്ല എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ട് തന്നെ എതിരാളികളും മനസ്സിലാക്കി ഇവരെ സലഫിയത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഏതാനും തർക്ക വിഷയങ്ങളിൽ ആളുകളെ കുരുക്കിയിടുക, എന്നിട്ട് ഇങ്ങനെ തർക്കിച്ച് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക, ഇതാണ് ഇവരെ സലഫിയത്ത് എന്ന് എതിരാളികളും തെറ്റിദ്ധരിച്ചു പോയി. അതുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിൽ നിങ്ങൾ പൂർണ്ണമായും പ്രവേശിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ മാലി മൗലിദ് റാത്തിബൊക്കെ ഒഴിവാക്കിയാൽ ഖുർആൻ അത് ഹിഫ്ളാക്കാനും അത് മനഃപ്പാടമാക്കാൻ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം പഠിക്കാൻ അത് നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്യാൻ അതിന് നമുക്ക് സാധിക്കണം. അത് നമ്മുടെ വീട്ടിൽ സൗകര്യം ഉണ്ടാകണം. നമ്മളും നമ്മുടെ ഭാര്യമാരും മക്കളും ഒക്കെ അത് പഠിക്കുന്നവരും മനസ്സിലാക്കുന്നവരും ഒക്കെ ആയിരിക്കണം. പണ്ട് നമ്മൾ ദീന് പഠിക്കലില്ല, ഉപ്പാപ്പ പറഞ്ഞത് ഉമ്മാമ പറഞ്ഞത് ഉസ്താദ് പറഞ്ഞത് അങ്ങനെ അന്നത്തെ കാലം. എന്നാൽ സെലഫിയാകുമ്പോൾ അത് മാറണം. പിന്നെയോ ഓരോന്നും തെളിവുകളെ കുറിച്ച് അന്വേഷിക്കണം. എന്നിട്ട് ഉലമാക്കൾ എങ്ങനെയാണ് അതിന് തെളിവ് പറഞ്ഞത്, ഉലമാക്കളിലൂടെ ഗ്രന്ഥങ്ങളിലൂടെ അവർ പറഞ്ഞ തെളിവുകൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം. അഹ്ലുൽ ഹദീസ്, നമ്മൾ അഹ്ലെ ഹദീസ് ആണെന്ന് പറയും. എന്താണ് അഹ്ലെ ഹദീസ് തന്നെ? ഞങ്ങൾ ഇവിടുത്തെ മദ്ഹബിന്റെ ആളുകളല്ല, ഞാൻ ഹനഫിയാണ്, ഞാൻ ഷാഫിയാണ്, ഞാൻ ഹംബലിയാണ് എന്ന് പറയുന്ന ആളുകളല്ല, മറിച്ച് അവരെയൊക്കെ ബഹുമാനിക്കുന്നതോടൊപ്പം ഹദീസിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അവരൊക്കെ ദീനിൽ വിധി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയുന്നവരാണ് അഹ്ലെ ഹദീസ്. അപ്പൊ അവർ ഹദീസ് പഠിക്കാൻ മുന്നോട്ട് വരണം. അതുപോലെ ഏലസ് പാടില്ല, ഉറുക്കു പാടില്ല, അതുപോലൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ശരിയായ മന്ത്രങ്ങൾ, റുഖിയ ശർഈയായ മന്ത്രങ്ങൾ എന്തൊക്കെയാണ് അത് പഠിക്കണം, അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ മരണാനന്തര അടിയന്തരങ്ങളൊക്കെ ഒഴിവാക്കി. പക്ഷെ മരണാനന്തരമുള്ള ഇസ്ലാമിക കർമ്മങ്ങൾ പലതും പലർക്കും അറിഞ്ഞുകൂടാ. മയ്യത്തുണ്ടാകുമ്പോൾ ദിക്റ് എല്ലാം പാടില്ല, പക്ഷെ മയ്യത്തുണ്ടാകുമ്പോൾ മൊബൈലിൽ അങ്ങനെ സംസാരിക്കും. മയ്യത്തുണ്ടാകുമ്പോൾ ലോക്യം പറയും. ആളുകളെ കണ്ടാൽ പറ്റുമോ? അവിടെ മൗനമാണ് വേണ്ടത്. മരിച്ച വീട്ടിൽ നമ്മൾ 3-ന്റെ അന്നും 7-ന്റെ അന്നും 14-ന്റെ അന്നും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. പക്ഷെ മരിച്ച വീട്ടിൽ മരിച്ച അന്നോ പിറ്റേന്നോ അതിന്റെ പിറ്റേന്നൊക്കെ പോയി അവരെ സന്ദർശിച്ച് സമാധാനിപ്പിക്കുക എന്ന തഅസിയത്ത് അത് പലരും ഇന്ന് ചെയ്യാറേ ഇല്ല. മരിച്ചുവെന്ന് കേട്ടാൽ തന്നെ പോവുക, മയ്യത്ത് കാണുക, തിരിച്ചു പോരുക. മയ്യത്ത് മറമാടുന്നതിനോ മയ്യത്ത് സംസ്കരിക്കുന്നതിനോ തയ്യാറായി കൊണ്ടുപോവുക. അതിൽ വേണ്ട വിധത്തിൽ സലഫി മാർഗമനുസരിച്ച് അവിടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് പലപ്പോഴും ഉണ്ടാവില്ല. അത് അമ്മോശം അങ്ങനെ പറഞ്ഞു, അളിയൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പലർക്കും വിട്ടുകൊടുത്തിട്ട് താൻ മാപ്പ് സാക്ഷിയായിട്ടൊരു ഭാഗത്ത് മാറി നിൽക്കാം. അപ്പൊ നമ്മൾ ബിദ്അത്തുകളെ കയ്യൊഴിക്കുന്ന, ശിർക്കിനെ കയ്യൊഴിക്കുന്ന ആ ആവേശത്തിൽ തന്നെ തൗഹീദ് ശരിക്കും മനസ്സിലാക്കാനും സുന്നത്ത് ശരിക്കും നടപ്പിലാക്കാനും നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ സലഫി തർബിയത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ കള്ള സലാത്തുകൾ നമ്മൾ ഒഴിവാക്കി. പക്ഷെ കള്ള സലാത്ത് ഒഴിവാക്കിയപ്പോ യഥാർത്ഥ സലാത്ത് ഇവിടെ ഉണ്ട്. അത് നമ്മൾ പഠിച്ചോ? യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ മാത്രമല്ല, റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും പലർക്കും പറയാനൊരു മടിയാ. മനസ്സ് പറയണ്ടോന്ന് അറിഞ്ഞൂടാ, നാവുകൊണ്ട് എന്തായാലും പറയൽ കാണുന്നില്ല. അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്റെ പേര് പറയപ്പെട്ടിട്ട് എന്റെ പേര് സ്വലാത്ത് പറയാത്തവൻ പിശുക്കനാണ് എന്നാ പറയുന്നത്. നമ്മൾ പിശുക്കനാകാൻ പാടുണ്ടോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുടെ യഥാർത്ഥ സ്വലാത്ത് ഇപ്പൊ പള്ളിയിൽ കയറുമ്പോ നമ്മൾ പണ്ടേ പഠിച്ചത് അല്ലാഹു മഫ്തഹലി അബ്വാബ റഹ്മതിക്, ബസ് അതാണോ? അല്ല. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അലി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വസല്ലിം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് പറയേണ്ടത്? അല്ലാഹു മഫ്തഹലി അബ്വാബ റഹ്മതിക. പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ തന്നെ ഇടതുകാൽ വെച്ച് ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളലിക അല്ലെങ്കിൽ മറ്റു പ്രാർത്ഥനകൾ പറയേണ്ടത്. അപ്പൊ രണ്ടിടത്തും സ്വലാത്തുണ്ട്, അറിഞ്ഞുകൂടാ. ഇപ്പൊ ബാങ്ക് കേട്ട ഉടനെ നമ്മൾ എന്താ പറയേണ്ടത്? ബാങ്ക് കൊടുക്കുന്നോ പറയുന്നത് പോലെ പറഞ്ഞിട്ട് ബാങ്ക് അവസാനിപ്പിച്ചാൽ നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് പറയണം. അവിടെ നമ്മൾ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് പറയാറുണ്ടോ? നമ്മുടെ നാട്ടില് മുസ്ലിയാക്കന്മാരെന്താ പഠിപ്പിച്ചത്? മൈക്ക് ഇങ്ങനെ കൊട്ടും, അല്ലാഹു സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹു അക്ബർ, ബാങ്കിന് മുമ്പ്. അങ്ങനെയാണോ സ്വലാത്ത്? അപ്പൊ ബാങ്ക് കഴിഞ്ഞിട്ടുള്ളതിന് നേരപ്പുറത്താക്കി. അപ്പൊ അവിടെ നമ്മൾ സുന്നത്തെന്താ? നമ്മൾ ബാങ്ക് കഴിഞ്ഞിട്ടില്ല, മുമ്പുമില്ല, മുമ്പത്തെ ഒഴിവാക്കി. എന്നാ ശേഷമുള്ള ഈ സ്വലാത്തോ അതുപടി. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ സലഫിയാന്നും പറഞ്ഞിട്ട് ആ നുകത്തുനിന്ന് തലയെടുത്തിട്ട് ഈ നുകത്തിൽ വെക്കും, പക്ഷെ പഠിക്കൂല. പഠിക്കണ പരിപാടിയല്ല.
സലഫിയാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൽമും ഈമാനും വർദ്ധിപ്പിക്കാൻ നമ്മൾ തന്നെ പരിശ്രമിക്കണം. അത് വേറെ ആരും ഏൽപ്പിച്ചിട്ടില്ല, നമ്മളെ തന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. എന്റെ തെർബിയത്ത് അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളത് എന്നെയാണ്. എന്റെ കുറ്റങ്ങൾക്ക് ഉത്തരവാദി ഞാനാണ്, എന്റെ നന്മകൾക്ക് ഉത്തരവാദിയും ഞാനാണ്. എന്നോടാണ് റബ്ബ് ചോദ്യം ചെയ്യുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ആയത്ത് നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കണം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അലൈക്കും അംഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചു കൊള്ളണം. സ്വന്തം കാര്യം നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇന്ന് ആളുകൾ മറ്റുള്ളവരുടെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കുക, അവനവന്റെ കാര്യം ഞാൻ ശ്രദ്ധിക്കല. അവൻ ശരിയില്ല, അവൻ ശരിയില്ല, ഓൻ ആ കുറ്റമാണ്, മറ്റൊന്ന് ഈ കുറ്റം, എല്ലാം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കല പ്രധാന പണി. സ്വന്തം കുറ്റങ്ങളെ പറ്റി ആലോചിക്കേണ്ടത്. ഞാൻ എന്നെക്കുറിച്ച്, എന്റെ കാര്യത്താണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ അർത്ഥം ഞാൻ എന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടെന്നാണോ? അങ്ങനെയല്ല. കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്റെ കാര്യമാണ്. എന്നെ നന്നാക്കുന്നതിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. തൊട്ടടുത്ത ഭാഗത ലാ യളുറുക്കും മല്ലല്ല ഇദഹ്തദൈതും, നിങ്ങൾ സന്മാർഗത്തിലാണെങ്കിൽ വഴിപിഴച്ചു പോയവൻ നിങ്ങൾക്കൊരു ഉപദ്രവവും വരുത്തുന്നതല്ല. കണ്ടോ? അപ്പൊ നിങ്ങൾ എന്ത് വേണം? അവരൊക്കെ പേച്ചതാണെങ്കിൽ ഞാനും പേച്ചോട്ടെ, അവരൊക്കെ നല്ലതാണ് ഞാനും നന്നായിക്കോട്ടെ എന്ന് ആളുകളെ പിന്നാലെ കൂടിയല്ല വേണ്ടത്. അവരങ്ങനെയാണ്, അപ്പൊ നമ്മളും ഇങ്ങനെ. അങ്ങനെയാണോ നമ്മളെ നാട്ടിൽ വരുന്നത്? നാടോടുമ്പോ നടുവേ ഓടണ്ടേ? ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാ ചേരയുടെ നടുക്കഷ്ണം കടിക്കണ്ടേ? അങ്ങനെ ജനങ്ങളോട് ഇഴുകിച്ചേരണ്ടേ, ജനങ്ങളിൽ ലയിക്കണ്ടേ, ജനങ്ങളോടൊപ്പം നിൽക്കണ്ടേ? അത് ഇസ്ലാമിന്റെ നിയമമല്ല. ജനങ്ങൾ എന്താകുന്നു എന്നതല്ല, ഇസ്ലാം എന്താണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, വിശ്വാസികളെ നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കൂ. ഇസ്ലാമിൽ ചില ഭാഗങ്ങൾ നമുക്ക് സൗകര്യപ്പെട്ടത്, നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ലാത്തത്, അത് മാത്രം എടുക്കുക. നമുക്ക് എന്തെങ്കിലും ക്ഷീണമുള്ളത്, നമ്മളെ പഴയ ആശയം തിരുത്തുന്നത്, നമുക്ക് സാമ്പത്തികമായി ലാഭമില്ലാത്തത്, അപ്പൊ നമ്മൾ ഇസ്ലാമിന്റെ തല്ല മാറ്റി വെക്കുക. അത് പാടില്ല. അത് പിശാചിന്റെ പരിപാടിയാ. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത്. അതുകൊണ്ട് സലഫി തർബിയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം വ്യക്തി സംസ്കരണമാണ്. ഓരോ വ്യക്തിയും ഇസ്ലാമിക വ്യക്തിത്വമുള്ളവരായി മാറണം. നമ്മൾ ആരും തന്നെ പേരുകൊണ്ടോ തറവാട് കൊണ്ടോ അല്ലെങ്കിൽ മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചത് കൊണ്ടോ മുസ്ലിം ആകുന്നില്ല. ഇസ്ലാം നമ്മൾ ജീവിതത്തിൽ പകർത്തണം. ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാലേ നമ്മൾ മുസ്ലിം ആകുള്ളൂ. അപ്പോഴേ മുസ്ലിം എന്ന പേരിന് നമ്മൾ അർഹരായി തീരുകയുള്ളൂ. അതുകൊണ്ട് വ്യക്തി സംസ്കരണമാണ് സലഫി തർബിയത്തിന്റെ അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സംസ്കരണം അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മളെ തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും, കണ്ടോ? വഅഹ്ലികും നാറ. പിന്നെ അഹ്ലു പറയുന്നത്, സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ തടിയെ, നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതിനാണ് ഒന്നാം സ്ഥാനം. പിന്നെയാണ് കുടുംബങ്ങളെ കാര്യം, പിന്നെയാണ് നാട്ടുകാരെ കാര്യം. ഇന്ന് നേരെ മറിച്ച നാട്ടുകാരെ കാര്യത്തിലാണ് വലിയ ശ്രദ്ധ. സ്വന്തം കുടുംബത്തിലും ശ്രദ്ധ ഉണ്ടാവില്ല, സ്വന്തത്തിലും ശ്രദ്ധ ഉണ്ടാവില്ല. അത് സലഫി തർബിയത്തിന്റെ രീതിയേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് സമ്പൂർണമായ ഒരു ഇസ്ലാമിക വ്യക്തിത്വം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില കാര്യങ്ങളിൽ മാത്രം ഇസ്ലാം സ്വീകരിക്കലല്ല, പൂർണ്ണമായി ഇസ്ലാം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ആളുകൾക്കൊക്കെ മറ്റുള്ളവർക്ക് ദഅവത്ത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു താല്പര്യ. ഒരു ദഅവത്തിന്റെ സ്ക്വാഡ് ഉണ്ട്, നീ വരണം, ഞാൻ വരാം, ഞാൻ റെഡിയാണ്. വന്നിട്ട് ആ കെട്ടുമാണ്ടൊക്കെ എടുത്ത് വന്ന് പള്ളിയിൽ കൂടി വീടുകൾ തോറും കയറി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ എത്ര മണിക്കൂർ വേണമെങ്കിൽ റെഡിയാ. എന്നാ ഒരു 2 മണിക്കൂർ കിതാബ് വായിച്ചിട്ട് നമ്മൾ പള്ളിയിൽ ഇരിക്കുക. അതിങ്ങനെ വായിച്ചാലൊരു ഉഷാറില്ല. ഒരു പ്രസംഗമാണ് പിന്നെ തരക്കാം, വായന പിന്നെ ആക്കാം. അരമണിക്കൂർ കഴിയുമ്പോഴത്തേന് അവന് പൂർത്തിയാണ്, അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല. എന്തൊരവസ്ഥയാണ് ഇത് ആലോചിച്ചോക്കും. അപ്പൊ മറ്റുള്ളവർക്ക് ദഅവത്ത് എത്തിക്കാൻ എന്തൊരു താല്പര്യം. അതേസമയത്ത് സ്വന്തമായൊന്ന് പഠിക്കാൻ എന്തെല്ലാം പഠിക്കാണ്ട് നമുക്ക്. എല്ലാവരും പണ്ഡിതന്മാരാകണമെന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകൾ വല്ലുഹ വല്ലൈലി മുതൽക്ക് സായത്ത് സൂറത്തുൻ നാസ് വരെ അൽ ഖിസാറുൽ മുഫസ്സൽ എന്നാണ് അതിന് ഉലമാക്കൾ പറഞ്ഞത്. ചെറിയ സൂറത്തുകൾ അതെല്ലാ മുസ്ലിമീങ്ങളും നിസ്കാരത്തിൽ പൊതു ഓതുന്നതാണ്, ഭൂരിഭാഗം മുസ്ലിമീങ്ങളും. അതിന്റെ അർത്ഥം ഒന്ന് പഠിക്കുക അറിയില്ല. എത്രയോ കാലായി. ഒരു 2-3 സൂറത്ത് അറിയും. ഒരു ഇന്നായത്തനാക്കിയും, ഒരു കുല്ലുള്ളായതും, ഒരു കുല്ലായത് റബ്ബിന്നാസും, ഒരു 3-4 സൂറത്ത്. അതിങ്ങനെ തിരിച്ചും മറിച്ച് ഓതുക, അതിന്റെ കൂടി അർത്ഥം അറിയില്ല. ഫാത്തിഹ സൂറത്ത് വരെ ഓതിയ 15 തെറ്റുണ്ടാവും. ഇതൊന്നും പഠിക്കില്ല. പക്ഷെ ദഅവത്തിന് എന്താ താല്പര്യം. വാദപ്രതിവാദം, ഇതിൽ വാട്സപ്പിന് വാദപ്രതിവാദം, ഭയങ്കര തർക്കം. ഫാത്തിഹ സൂറത്ത് ഈ ജാഹിലേ
ഇതാദ്യം അവസാനിപ്പിക്കണം. ഈ അനാവശ്യമായ തർക്കങ്ങൾ അവസാനിപ്പിക്കണം. എന്നിട്ട് ഇസ്ലാമിക വ്യക്തിത്വം സ്വന്തം നിലക്കുണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ ശരിയായ വിശ്വാസവും ശരിയായ അമലുകളും ഉൾക്കൊണ്ടാൽ മാത്രമേ നാളെ സ്വർഗം നമുക്ക് കിട്ടുള്ളൂ. കുല്ലു നഫ്സിൻ ബിമാ കസബ റഹീൻ. ഓരോ മനുഷ്യനും അവൻ എന്തൊന്ന് നേടിയോ അതിന് പണയ വസ്തുവാണ്. നമ്മൾ ശരിയായ അമലും ശരിയായ വിശ്വാസം കൊടുത്താൽ പകരം സ്വർഗം കിട്ടും. അവിടെ ആരും നമ്മളെ രക്ഷപ്പെടുത്താണ്ടാവില്ല. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചായിരിക്കണം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. മാത്രല്ല നമ്മള് യുവാക്കളുടെ തസ്കിയത്തിന്റെ കാര്യം, വളർന്നു വരുന്ന തലമുറയുടെ തസ്കിയത്തിന്റെ കാര്യം ഒരിക്കലും നമ്മൾ അവഗണിക്കരുത്. ചില ആളുകളൊക്കെ പറയും നമ്മുടെയൊക്കെ ഉപ്പാരുമാരും ഇപ്പോ വല്ലാതെ ശ്രദ്ധിച്ചിട്ടാ നമ്മളൊക്കെ ഇവിടെ എത്തിയത്. ഉപ്പ കച്ചവടത്തിന് പോകും, ഉമ്മാന്റെ ജോലികളിൽ അങ്ങനെ പോകും, നമ്മളൊരു മദ്രസയിൽ പോകും. അങ്ങനെ നമ്മളൊക്കെ എങ്ങനെ ആയില്ലേ? അങ്ങനെ നമ്മളെ കുട്ടികളും ആയിക്കോളും. അങ്ങനെ വിടരുത്. നമ്മള് മുമ്പത്തെക്കാളേറെ ദുഷിച്ച ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. ഒരു കുട്ടി കേടുവരണമെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് തമ്മാടിത്തത്തെ കുറിച്ച് ക്ലാസ് എടുത്തു കൊടുക്കൊന്നും വേണ്ട, ട്യൂഷൻ കൊടുക്കൊന്നും വേണ്ട. പിന്നെയോ കുറച്ച് കെയർലെസ് ആയി വിട്ടായി എന്നാൽ തന്നെ കുട്ടികൾ ദുഷിക്കും. കാരണം പുറത്തിറങ്ങിയാൽ കേൾക്കുന്ന പലതും കേൾക്കാൻ പറ്റിയതല്ല, കാണുന്ന പലതും കാണാൻ പറ്റിയതല്ല, ഇടപഴകുന്ന പലതും ഇടപഴകാൻ പറ്റിയതല്ല. പെട്ടെന്ന് മനുഷ്യനെ ദുഷിപ്പിക്കുന്ന, ഇസ്ലാമിൽ നിന്നും പുറത്താക്കുന്ന തരത്തിലുള്ള ഒരുപാട് രംഗങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഇടപഴകുകയാണ്. അതുകൊണ്ട് ശരിയായ ദിശാബോധം കുട്ടികൾക്ക് നൽകിയിട്ടില്ലെങ്കിൽ കുട്ടികളെ ഒരിക്കലും ഇസ്ലാമിന്റെ മാർഗത്തിൽ നമുക്ക് ഉറപ്പിച്ചേർത്താൻ കഴിയില്ല. അതുകൊണ്ട് വളർന്നു വരുന്ന കുട്ടിയായിരിക്കുമ്പോൾ ആ കുട്ടിയെ രക്ഷിതാക്കൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. കുട്ടി 15 or 20 വയസ്സായാലും കുട്ടികളെ ശ്രദ്ധിക്കാതിരിക്കാൻ പാടില്ല. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഒരു 15 വയസ്സൊക്കെ കഴിഞ്ഞാല് എന്തിനാ ഉപ്പനോട് ഇങ്ങനെ പറയണേ? അതറാ 10 മണിയായില്ലേ, നീ എവിടെ പോയിരുന്നു? റോട്ടില്. അപ്പൊ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് വരാ, ഞാൻ 15 വയസ്സ് കഴിഞ്ഞാൽ ഇനി എന്താ എനിക്ക് റോട്ടിലൊക്കെ നിന്നൂടെ? എന്നാ സുബൈക്ക് നീക്കാനോ അത് ഇപ്പോഴും ഉപ്പ വിളിക്കണം, അത് 25 വയസ്സായാലും വിളിക്കണം. അപ്പോ കുട്ടികൾക്ക് തോന്നുകയാണ് ഇനിയിപ്പോ എന്നെ ആരെയും ഗുണദോഷിക്കേണ്ട ആവശ്യമില്ല, ഞാൻ കുറച്ച് വലുതായിട്ടുണ്ട്. അങ്ങനെ അപ്പൊ ഞാൻ ഇപ്പൊ പറയില്ല 15 വയസ്സ് കഴിഞ്ഞാൽ പോണായി പോട്ടെ എന്ന് വാപ്പിയും ഉമ്മയും തീരുമാനിക്കും. എന്താ സംഭവിക്കാൻ പോണത്? അതുകൊണ്ട് ഒരിക്കലും തന്നെ മക്കൾ എത്ര വലുതാകട്ടെ മക്കളുടെ തർബിയത്തിനെ പറ്റി ഉമ്മയും ഉപ്പയും ഒരിക്കലും അവഗണിക്കരുത്. തെറ്റു കണ്ടാൽ ചീത്ത പറയാൻ ഉപ്പാക്കും ഉമ്മാക്കും ഇനി അധികാരമല്ല, ഞാൻ 15 വയസ്സ് കഴിഞ്ഞു എന്ന് കുട്ടിക്ക് തോന്നിയിട്ട് കാര്യമില്ല. അവന്റെ കാര്യം നോക്കാൻ അവൻ തന്നെ ആയില്ലേ എന്ന് മാതാപിതാക്കൾ ഒരിക്കലും വിചാരിക്കരുത്. മക്കളെ ഗുണദോഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകരുത്. ഞാൻ ഇന്നെ ആരും ഉപദേശിക്കാനൊന്നുമില്ല, ഞാനിപ്പോ വലുതായില്ലേ, എനിക്കിനി എന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാം എന്ന് യുവാക്കൾ ചിന്തിച്ചാൽ അവരവരെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ ശ്രമിക്കൂല. അവരെ നമ്മൾ നമ്മുടെ പിടുത്തത്തിൽ തന്നെ വേണം. എപ്പോഴും അവരെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കണം. ചില ആളുകൾ പറയും എത്ര ദിവസം വിളിക്ക സുബൈക്ക്, ഇപ്പൊ ഞാൻ വിളിക്കല്ല, കുറെ വിളിച്ചു പിന്നെ വിളിക്കല്ല. വിട്ടുപോകരുത്, ഇനിയും വിളിക്കണം, വിളിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിൽ സമ്പൂർണമായ ഇസ്ലാം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവുക? മരിക്കാൻ നേരത്തെ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, എന്റെ റബ്ബേ എനിക്ക് അവധി ഒന്ന് നീട്ടിക്കൊണ്ട, ഒരു നിശ്ചിത അവധി വരെ കണ്ട് ബന്ധിപ്പിച്ചുകൊണ്ട ഞാൻ സദഖ ചെയ്തോളാം, ഞാൻ മുസ്ലിം ആയിക്കൊള്ളാം, ഞാൻ സാലിഹീങ്ങളിൽ പെട്ടുകൊള്ളാം എന്ന് മരിക്കാൻ നേരത്തെ വിലപിക്കുന്ന അവസ്ഥ നമുക്ക് വരും. അതൊരിക്കലും ഉണ്ടാകരുത്. പിന്നെ നമ്മള് സലഫി തർബിയത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ തർബിയത്ത് ഇവിടെ ആരുടെയെങ്കിലും മുമ്പിൽ ചിട്ടകൾ കാണിക്കാനോ ഇവിടെ ആരുടെയെങ്കിലും മാർക്ക് വാങ്ങാനോ അല്ല. ഇത് പരലോകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. നമ്മുടെ വിചാരണയെ നമ്മൾ മാത്രമാണ് നേരിടേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസില്ലേ, വാമിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വ ബൈനല്ലാഹി തർജുമാൻ. അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ദ്വിഭാഷി, ഒരു വിവർത്തകനില്ലാതെ ഏത് ഭാഷ അള്ളാഹ്ക്ക് മനസ്സിലാകും? ഒരു വിവർത്തകന്റെ ആവശ്യമില്ല. അങ്ങനെ നേർക്കുനേരെ അള്ളാഹു സംസാരിക്കാത്തവരായി നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല. വകുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ. അവരെല്ലാവരും അള്ളാഹുവിന്റെ അടുക്കൽ വരുന്നത് ഒറ്റക്കൊറ്റക്കാണ്. നമ്മളിന്ന് ഒറ്റക്കല്ല. ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, അനുജനുണ്ട്, ചേട്ടനുണ്ട്, പെങ്ങളുണ്ട്. പക്ഷെ അവിടെ ആരും ഉണ്ടാവില്ല. ഇവർക്കൊക്കെ വേണ്ടിയാ പല തെറ്റും നമ്മൾ ചെയ്യുന്നത്. പല ഹറാമുകളും ചെയ്ത് പൈസ ഉണ്ടാക്കും. ചോദിച്ചാ പറയും അരി വാങ്ങണ്ടേ മൗലവി, കുട്ടികളില്ലേ? ഈ കുട്ടികൾക്ക് വേണ്ടി, ഭാര്യക്ക് വേണ്ടിയാണ് ഇവന് ഹറാമ് ചെയ്യുന്നത്. എന്നാ പരലോകത്തെ അവസ്ഥ എന്താ?
യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി. മനുഷ്യൻ ഓടിയകലുന്ന ദിവസമാണ് തന്റെ സഹോദരനിൽ നിന്ന്, വാപ്പയിൽ നിന്ന്, മക്കളിൽ നിന്ന്. ആരും രക്ഷിക്കാണ്ടാവില്ല. ഉണ്ടാവോ? ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവീഹി. അവിടെ ശിക്ഷ കാണുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ വിചാരിക്കുകയാണ്, ഇന്നത്തെ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ എന്തിനൊക്കെ പകരം കൊടുക്കാൻ തയ്യാറാവുകയാണ്. ഉണ്ടോ? മക്കളെ പകരം കൊടുക്കാം, ഭാര്യയെ പകരം കൊടുക്കാം, തനിക്ക് അഭയം നൽകിയ കുടുംബങ്ങളെ മുഴുവനും പകരം കൊടുക്കാം, എന്നൊന്ന് രക്ഷപ്പെടുത്തിയാൽ മതി. അവിടേക്കാ മനുഷ്യന്റെ അവസ്ഥ എത്തുക. ആലോചിക്കുക പരലോകത്തിന്റെ ഗൗരവം. അതുകൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട് ഏത് വിഷയവും പരലോകവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരമാവും. ഞാൻ ഇപ്പൊ ഇങ്ങനെ ചെയ്താൽ ഇതെന്റെ പരലോകത്തെ എങ്ങനെ ബാധിക്കും? ഞാൻ ഇങ്ങനെ വിശ്വസിച്ചാൽ അതെന്റെ പരലോകത്തെ എങ്ങനെ ബാധിക്കും? അങ്ങനെ നമ്മൾ ചിന്തിക്കണം. ഓരോ കാര്യങ്ങളും, ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും യൗമുൽ ആഖിറുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിച്ചാൽ നമുക്കൊരിക്കലും തന്നെ യാതൊരു ടെൻഷനും ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും കൃത്യമായിട്ടാ വിചാരണ ചെയ്യുക. കോടാനുകോടി ആളുകൾ ഉള്ളത് കൊണ്ട് കൂട്ടായിട്ട് ഇങ്ങനെ വീട്ടിലക്കാരെല്ലാരും എടുക്കുകയും എന്നിട്ട് മൊത്തത്തിലൊരു വിചാരണ ഉണ്ടോ? അങ്ങനല്ല. ഒരു വ്യക്തി ഓരോ വ്യക്തിയും വിചാരണ ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വ തആല. അവിടെ തെളിവുകൾ വെച്ചിട്ട് അവനെ ബോധ്യപ്പെടുത്തിയിട്ട് തന്നെ വിടുള്ളൂ. അല്ലാഹു ഒരു അക്രമവും കാണിച്ചിട്ടില്ല. നീ ചെയ്തതിന്റെ, നീ വിശ്വസിച്ചതിന്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തും. സ്വർഗത്തിലെത്തിയാൽ പറയുന്നത് അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ, ഇതിലേക്ക് എന്നെ എത്തിച്ച അല്ലാഹുവിന് സർവസ്തുതിയും എന്നാണ്. എന്ന് പറഞ്ഞ അള്ളാന്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്, എന്റെ കർമ്മത്തിന്റെ ബലം കൊണ്ടോ എന്റെ സൽക്കർമ്മങ്ങളുടെ യോഗ്യത കൊണ്ടോ അല്ല. മനസ്സിലായില്ലേ? നരകത്തിൽ ചെന്ന് വീണവനും അള്ളാഹു എന്നോട് അനീതി കാണിച്ചിട്ടുണ്ട്, കുറെ നന്മ ഞാനും ചെയ്തിട്ടില്ലേ, ഇത്ര കുറച്ചൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാലും എന്ന് പറയാൻ കഴിയില്ല. കാരണം അവനെ കൊണ്ട് എന്നെ ബോധ്യപ്പെടുത്തി. അവന്റെ കൈ അവനെതിരെ സാക്ഷി പറയുന്നു, അവന്റെ കാല് സാക്ഷി പറയുന്നു, അവന്റെ നാവിന് സീല് വെച്ചിട്ട് കൈ സംസാരിക്കുന്നു. അങ്ങനെ അവൻ എന്നെ ബോധ്യായി, ഞാൻ ചെയ്തതിന്റെ ഫലമാണ്. ഇതാ രേഖകൾ കാണിച്ചു കൊടുക്കുന്നു. മാന്യന്മാരായ എഴുത്തുകാര്, മലക്കുകൾ എഴുതി വെച്ചത്, ഒരനീതിയുമില്ല. അതുകൊണ്ട് പരലോകമാണ് നമ്മളുടെ തർബിയത്തിനെ, നമുക്ക് യഥാർത്ഥ തർബിയത്തിനെ സംബന്ധിച്ച് നമ്മൾ ചാലക ശക്തിയായി വർത്തിക്കേണ്ടത് നമ്മുടെ പരലോക വിശ്വാസമാണ്. പരലോക വിശ്വാസം കുറഞ്ഞു പോകുമ്പോഴാണ് തർബിയത്തിന്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ പോകുന്നത്. അറിയാതെ നമ്മൾ ദുനിയാവിലേക്ക് ചാഞ്ഞു പോവുകയാണ്. നമ്മൾ പരലോകത്തിന്റെ കാര്യം അറിയാതെ വിസ്മരിച്ചു പോവുകയാണ്. അതുകൊണ്ട് അത് ഒരിക്കലും സംഭവിച്ചു പോകരുത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു വിഷയം, എന്നെ മാറ്റാൻ ഏറ്റവും കഴിവുള്ള ആൾ ഞാൻ തന്നെയാണ്. എനിക്ക് ഉപദേശം തരാൻ നിങ്ങൾക്കൊക്കെ കഴിയും. ഞാൻ തെറ്റിപ്പോകുമ്പോ നിങ്ങളാ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞു തരാൻ പറ്റും, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാൻ പറ്റും. വേണ്ടി വന്നാൽ നിങ്ങൾക്ക് എന്റെ മേൽ അധികാരമുണ്ടെങ്കിൽ എന്നെ തടയാൻ സാധിക്കും. പക്ഷേ ഞാൻ തീരുമാനിച്ചാലേ എനിക്ക് സമ്പൂർണമായും നന്നാകാൻ സാധിക്കുകയുള്ളൂ. എന്റെ ന്യൂനതകളും കുറവുകളും കണ്ടെത്തി ഞാൻ തന്നെ പരിഹരിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചാലേ എനിക്ക് യഥാർത്ഥ തർബിയത്ത് ഉണ്ടാവുള്ളൂ. മറ്റു ഞാൻ നിങ്ങളെ മുമ്പിലൊക്കെ ഇങ്ങനെ നല്ല ആളാവും, എന്റെ സ്വകാര്യ ജീവിതത്തിൽ ആരും കാണാത്ത മേഖലയിലേക്ക് പോകുമ്പോൾ ഞാൻ തന്നിഷ്ടക്കാരനായി മാറും. അറിയാതെ ആളുകളുടെ മുമ്പിൽ നല്ല വെള്ള ചമയും, പക്ഷെ തെറ്റുകൾ പലതും രഹസ്യ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടാകും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളെയാണ് അള്ളാഹു നമ്മുടെ കാര്യം ഏൽപ്പിച്ചിട്ടുള്ളത്. എന്റെ ന്യൂനതകൾ പരിഹരിക്കേണ്ടത് ഞാൻ തന്നെയാണ്. എന്നെ കുറിച്ച് അറിയുന്നവൻ ഞാൻ തന്നെയാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അള്ളാഹു ഒരാളെയും മാറ്റുകയില്ല അവർ അവരുടെ കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നതുവരെ. കണ്ടോ? അപ്പൊ നമ്മൾ സ്വന്തം മാറാൻ തയ്യാറാവണം. പിന്നെ എനിക്കൊരു കുറ്റമല്ല, ഞാനെല്ലാം തികഞ്ഞവനാണ് എന്ന ഒരു ധാരണ പിശാച് നമ്മളിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അത് വല്ലാത്ത, അതിനെ സംബന്ധിച്ച് അൽ-ഇഅ്ജാബു ബിൻ-നഫ്സ്, തന്നെ കുറിച്ചുള്ള മതിപ്പ്, അത് ശൈത്താൻ ഉണ്ടാക്കുന്നതാണ്. ഞാൻ തരക്കേടില്ലപ്പോ, ഞാനിപ്പോ അഞ്ചാമത്തെ നിസ്കരിക്കുന്നില്ലേ, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്യുന്നേ, നീ എത്ര ഉഷാറാണ് എന്ന് ഇടക്കിടക്ക് ശൈത്താൻ അങ്ങനെ പറഞ്ഞു തന്നോണ്ടിരിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ശൈത്താന്റെ വകയാണ്. കാരണം ഇവിടെയുള്ള സമ്മാടികളെയും താന്തോന്നികളെയൊക്കെ കമ്പയർ ചെയ്തിട്ട് ഓനക്കാളൊക്കെ ഞാൻ എത്ര മെച്ചാണ് എന്ന് പറയാനല്ല നമ്മൾ ആലോചിക്കേണ്ടത്. സഹാബികളെ പോലെ, താബീങ്ങളെ പോലെ, അവരെ പോലെ ആകാൻ ഞാൻ പരിശ്രമിക്കേണ്ടതില്ലേ?
അവിടേക്ക് ഞാൻ എത്തിയിട്ടില്ലല്ലോ. ആ നിലയ്ക്ക് എപ്പോഴും ദീനിന്റെ കാര്യത്തിൽ മേലോട്ട് ചിന്തിച്ചുകൊണ്ട് നമ്മളെ നന്നാക്കിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നാം തെറ്റിപ്പോകുന്നുണ്ടോ എന്ന ഒരു സ്വയം വിചാരണ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നിസ്കാരത്തിൽ നമ്മൾ വജ്ബുർനി എന്ന് പ്രാർത്ഥിക്കും, റബ്ബി ഗഫ്ർലി വർഹംനി. എന്താ അർത്ഥം? റബ്ബെ എനിക്ക് പുറത്തു തരണേ, എന്നോട് കരുണ കാണിക്കണേ. വജ്ബുർനി എന്താ അർത്ഥം? എന്റെ കുറവുകൾ പരിഹരിക്കണേ, എന്റെ ന്യൂനതകൾ. അത് ന്യൂനതല്ലാത്ത ആളില്ല. കുല്ലു ബനി ആദമ ഖത്താഉൻ. ആദമിന്റെ മക്കളൊക്കെ അബദ്ധം സംഭവിക്കുന്നവരാണ്, തെറ്റുപറ്റുന്നവരാണ്. അങ്ങനെയുള്ള തെറ്റുകൾ എനിക്കും സംഭവിക്കും. വഖൈറുൽ ഖത്താഇന അത്തവ്വാബൂൻ. തെറ്റുപറ്റുന്നവരിൽ ഏറ്റവും ഉത്തമന്മാർ തൗബ ചെയ്യുന്നവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ന്യൂനതകൾ ഇല്ലാത്തവരില്ല. ആളുകൾക്കതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും, പക്ഷെ എല്ലാവർക്കും ന്യൂനതകൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ തർബിയത്തിനെ ഏറ്റെടുക്കുകയും നമ്മൾ എപ്പോഴും തെറ്റിപ്പോകുന്നുണ്ടോ എന്ന ഒരു ചിന്ത നമുക്കുണ്ടാവുകയും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. ആരാ പ്രാർത്ഥിക്കണേ? അള്ളാഹുവിന്റെ പ്രത്യേക മേൽനോട്ടത്തിൽ ദഅവത്ത് നടത്തുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പാപങ്ങളിൽ നിന്നും അള്ളാഹു സുരക്ഷിതനാക്കിയിട്ടുള്ള മഅസൂമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളൊക്കെ എത്ര പ്രാർത്ഥിക്കണം അല്ലേ? നമ്മൾ തെറ്റിപ്പോകാനുള്ള നിരവധി സാഹചര്യങ്ങൾക്കിടയിലാണ് നിർത്തിയിട്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയല്ലേ. നീ ഞങ്ങളെ ഹിദായത്തിലാക്കിയ ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വ്യതിചലിപ്പിച്ചു കളയല്ലേ. കണ്ടോ? ഇന്നക അൻതൽ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. നിന്റെ അടുക്കൽ നിന്ന് ഈ റഹ്മത്ത് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. നീയാണ് ഉദാരമായി നൽകുന്നവൻ. അപ്പൊ നാം തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി പിശാച് നമ്മുടെ കൂടെ തന്നെയുണ്ട്. പിശാചിനെ കുറിച്ചുള്ള നിതാന്ത ജാഗ്രത നമ്മോടൊപ്പം തന്നെ 2 കരീനുകളുണ്ട്. മലക്കിൽപ്പെട്ടൊരു കരീനും ജിന്നിൽപ്പെട്ട പിശാചിൽപ്പെട്ടൊരു കരീൻ. എന്താ കരീൻ എന്ന് പറഞ്ഞാൽ? ജനിച്ചു വീഴുമ്പോൾ മുതൽ മരിച്ചു പിരിയുന്നതുവരെ വിടാതെ പിന്തുടരുന്ന കൂട്ടുകാരൻ, വേർപെട്ടു പോകാത്ത കൂട്ടുകാരൻ, കരീൻ. ഈ 2 കരീനും 2 ഡ്യൂട്ടിയാ. മലക്കിൽപ്പെട്ട കരീൻ നല്ലതിനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ജിന്നിൽപ്പെട്ട ശൈത്താനിൽപ്പെട്ട കരീൻ നമ്മളൊപ്പം തന്നെ ഉണ്ടാവും. നമ്മൾ എവിടെ പോയാലും അവിടെ ഉണ്ടാവും. അവൻ തെറ്റുകൾക്ക് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ചെയ്ത തെറ്റുകൾക്ക് ന്യായീകരണം പറഞ്ഞു കൊടുക്കും. അത് അവന്റെ പണി. മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ആ കരീൻ നമ്മളെ ദുരുപദേശം നൽകിക്കൊണ്ടേയിരിക്കും. പ്രത്യക്ഷത്തിൽ വന്നിട്ട് വഴി വഴിപ്പിക്കുകയാണെങ്കിൽ, വാടാ കള്ള് ഷാപ്പ് പോവാ, വാടാ സിനിമ ടാക്കീസ് പോകാ, വാടാ അവിടെ ചൂതളിക്കുന്നിടത്ത് പോവാ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവനെ ഒഴിവാക്കാൻ. ഇതങ്ങനെ ഇതിന്റെ ഉള്ളിലിരുന്നിട്ടാ. അല്ലാതെ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യ ഹൃദയങ്ങളിലാണ് ദുർബോധനം നടത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ദുർബോധനം നടത്താൻ ചില വാക്കുകളൊക്കെ ഇട്ടുതരാൻ മനുഷ്യനും കഴിയും. പക്ഷെ ഉള്ളിലിരുന്ന് നമ്മൾ അറിയാതെ നമ്മളെ വഴിപഴപ്പിക്കും. ആ ശൈത്താനെ സംബന്ധിച്ചുള്ള ബോധം, ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. തീർച്ചയായും പിശാച് ശത്രുവാണ് നിങ്ങളുടെ. അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കണക്കാക്കണം. ശൈത്താൻ അള്ളാഹുവിനോട് പറഞ്ഞതെന്താ? നിന്റെ അടിമകൾ സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിച്ചാൽ അവർക്ക് തടസ്സമായി ഞാൻ ആ സിറാത്തുൽ മുസ്തഖീമിൽ കുത്തിയിരിക്കും. വലത്തും ഇടത്തും മുമ്പിലും പിന്നിലുമൊക്കെ ഞാൻ അവരെ സമീപിക്കും. നിനക്ക് നന്ദിയുള്ളവരായി അധികം ആളുകളെയും കണ്ടെത്താൻ നിനക്ക് കഴിയില്ല. ഭൂരിഭാഗത്തെയും ഞാൻ വഴിപഴപ്പിക്കും. അപ്പൊ അള്ളാഹു എന്താ പറഞ്ഞേ? നിനക്ക് കിട്ടാവുന്നവരെയൊക്കെ നീ പിടിച്ചോ. മുഖലസ്യങ്ങളായ എന്റെ ഇബാദുകളെ നിനക്ക് അവരുടെ മേലൊരു അധികാരവും നിനക്കില്ല. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, നീ ഇങ്ങനെ വാ എന്നൊക്കെ. പക്ഷെ അവരെ നിർബന്ധിച്ച് കുഫറിലോ ശിർക്കിലോ തെറ്റുകളിലോ ചാടിക്കാൻ നിനക്ക് കഴിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരങ്ങനെ വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ ദീനിൽ നിന്ന് തെറ്റിക്കുന്ന പലവിധ പ്രവർത്തനങ്ങളും ഈ ദുനിയാവിലുണ്ട്. അതിനിടയിൽ നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ സുഹൃത്തുക്കളെ തർബിയത്തിന്റെ മാർഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഇത് ആവർത്തിച്ച് കേൾക്കുക. നമ്മുടെ തർബിയത്തിന്റെ മാർഗത്തിൽ നമുക്ക് ഈ വിഷയങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ടോ? നമ്മൾ പൂർണ്ണമായും ഈ തർബിയത്തിലേക്ക് വരാൻ, നമ്മുടെ വ്യക്തി ജീവിതം ശുദ്ധീകരിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ എന്ന് നമ്മൾക്ക് മനസ്സിലാകണം. പലപ്പോഴും
ദീനീ പ്രവർത്തന രംഗത്തൊക്കെ മുമ്പിൽ നിൽക്കുന്ന പലർക്കും ഈ വക ക്വാളിറ്റികളൊന്നും ഇല്ലാതെ പോയാൽ ആ പ്രദേശത്ത് പിന്നെ സലഫി പ്രവർത്തനം വളരെയല്ല. കാരണം എന്താ, ആദ്യം ഇതിനു വേണ്ടി രംഗത്ത് വന്ന ആളുകൾ, അയാളുടെ സ്വഭാവം എന്താ, അയാളുടെ പെരുമാറ്റം എന്താ, അയാളുടെ സാമ്പത്തിക ഇടപാടുകൾ എന്താ, അതൊക്കെ ആളുകൾ വീക്ഷിക്കും. മറ്റവന്റെ സെലഫിയത്തല്ലേ, ഞമ്മക്ക് വേണ്ടട്ടാ, ആ സെലഫിയത്ത് അവിടെ വെച്ചാ മതി എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ മുഖേന നമ്മൾ വഴിതെറ്റുക മാത്രമല്ല, നമ്മൾ ഇതിന്റെ മുമ്പിൽ നിൽക്കുകയും മുന്നോട്ട് വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മറ്റുള്ളവർ വീക്ഷിക്കും. നമ്മൾ മാതൃകകളാകാൻ വേണ്ടി ശ്രമിക്കണം. നമ്മളൊക്കെ ദുആ ചെയ്യും, റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും കൺകുളിർമ പ്രദാനം ചെയ്യണേ. നിനക്ക് നല്ല സംഗതികൾ കണ്ടിട്ട് നമ്മളെ കണ്ണിനുണ്ടാകുന്ന കുളിർമ, മനസ്സിനുണ്ടാകുന്ന സന്തോഷം അത് ഉണ്ടാക്കണേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ ഇമാമാക്കണേ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? മുത്തഖിയാക്കണേ എന്നല്ല, ഇമാമ് എന്നുള്ള രണ്ടർത്ഥം മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മുത്തഖീങ്ങളെ മുമ്പിൽ നടക്കുന്ന, അതാണ് ഇമാമ് പറഞ്ഞ മുമ്പിൽ നിൽക്കുന്ന ആളാണല്ലോ. മറ്റൊന്ന്, മുത്തഖീങ്ങളെ പിൻപറ്റി നടക്കുന്ന. രണ്ടായാലും ഒരു ശരാശരി മുത്തഖിയാകണം എന്നല്ല, മുത്തഖീങ്ങൾ കുറച്ച് ക്വാളിറ്റി ഉള്ള ആളാകണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കണത്. മനസ്സിലായില്ലേ? അപ്പോ മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് പിന്നാലെ കൂടിയാ പോരാ, എല്ലാ രംഗത്തും നമുക്കത് വേണം. ഇപ്പൊ ചില ആളുകളോട് ഈ ഡ്രസ്സിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞാല്, നിങ്ങൾ ഈ പാൻസും മുറിയൻ കുപ്പായം ഇട്ടാല് നിങ്ങളെ ഔറത്തിന്റെ ഷേപ്പ് കാണും. ഈ അരക്കന്ന് ഇങ്ങോട്ട് മുട്ടുവരെ അതെന്തായാലും ഔറത്താണല്ലോ. നിങ്ങൾ സുജൂദ് ചെയ്യുമ്പോൾ, റുക്കൂഅ് ചെയ്യുമ്പോൾ നിങ്ങൾ ഔറത്തിന്റെ ഷേപ്പ് വെളിവാകും. ഒന്നുകിൽ നിങ്ങൾ മുണ്ടൊടുക്കുക, പാന്റ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജുബ്ബ ധരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഔറത്തിന്റെ ഷേപ്പ് വെളിവാകും, നിസ്കാരം ഫസാദാവും എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും അതങ്ങോട്ട് തിരിയൂല. അത് ആ പാന്റും കുപ്പായം തന്നെ, അതെന്നും അതന്നെ. അത് പിന്നെടുക്കും പാന്റും കുപ്പായം, പിന്നെടുക്കും പാന്റും കുപ്പായം. എന്താ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ആളുകൾക്ക്. അപ്പൊ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ അത് അത്രേ ഉള്ളൂ. താടി വളർത്തുന്ന കാര്യം, മീശ വെട്ടുന്ന കാര്യം, ഇതൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് അതൊക്കെ നമ്മളെ പഴയ കുറെ ശീലങ്ങളുണ്ട്, അത് മാറ്റാൻ നമ്മളെ തയ്യാറില്ല. അതെനിക്ക് മാറ്റാൻ കഴിയില്ല, അതെനിക്ക് പിന്നെ എന്തിനാ ഇസ്ലാം വന്നത്? നമ്മുടെ ശീലങ്ങളെ മാറ്റാനല്ലേ ഇസ്ലാം വന്നത്? ശീലങ്ങളെ മാറ്റാൻ വയ്യ എന്ന് പറഞ്ഞ, സ്വഭാവങ്ങളെ മാറ്റാൻ വയ്യ എന്ന് പറഞ്ഞ പിന്നെ എന്ത് തെർബിയത്താ നമുക്ക് കിട്ടുക? അതെന്തുകൊണ്ടറിയോ? നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഇനിയൊന്നും പഠിക്കാനില്ല എന്നൊരു വിചാരം. നമുക്കെന്താ പഠിക്കാൻ? നമുക്കൊക്കെ നിങ്ങളൊക്കെ പഠിച്ചില്ലേ, ആരേറ്റും വാദപ്രതിവാദം നടത്താൻ റെഡിയല്ലേ? ആ രീതിയിലാണ് നടത്തുന്നത്. അതല്ല, നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഹറാമും ഹലാലും കൂടിക്കലർന്ന ലോകത്ത് ഹറാം ഏത് ഹലാലെ തിരിച്ചറിയേണ്ടതുണ്ട്. ഇബാദത്തുകൾ എങ്ങനെ നിർവഹിക്കണം പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പഠിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. പഠിച്ചില്ലെങ്കിൽ നരകത്ത് പോവും. മനസ്സിലായില്ലേ? ചോദിച്ചും പഠിച്ചും അറിഞ്ഞും ഉൾക്കൊള്ളേണ്ട മതമാണ് ഇസ്ലാം. കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളേണ്ട മതമല്ല ഇസ്ലാം. അത് ശരിക്കും മനസ്സിലാക്കണം. എനിക്കൊന്നും പഠിക്കാല്ല, ദുനിയാവിന് വേണ്ടി എന്തും പഠിക്കും, പക്ഷെ ആഖിറത്തിന് വേണ്ടി പഠിക്കൂല. ആഖിറത്തിന് വേണ്ടി പഠിക്കണം. അങ്ങനെ പഠിച്ചു മനസ്സിലാക്കി ദീൻ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ സുഹൃത്തുക്കളെ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ വ്യക്തികൾ സ്വയം ശുദ്ധീകരിക്കുകയാണ് ആദ്യമായി വേണ്ടത്. അങ്ങനെ വ്യക്തികൾ ശുദ്ധീകരിക്കപ്പെട്ടാൽ അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട കുടുംബങ്ങൾ ഉണ്ടാകും. ശുദ്ധീകരിക്കപ്പെട്ട കുടുംബങ്ങൾ ഉണ്ടാകുമ്പോൾ ശുദ്ധീകരിക്കപ്പെട്ട ഒരു സൊസൈറ്റി ഉണ്ടാകും, ഒരു സമൂഹം ഉണ്ടാകും. അങ്ങനെയാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ഒരു മാതൃകാ സമൂഹമായി മാറുന്നത്. മുസ്ലിം സമുദായത്തെ മറ്റ് സമുദായങ്ങൾക്കെല്ലാം പിൻപറ്റാവുന്ന തരത്തിൽ മാതൃകാ സമുദായമാക്കി വളർത്തിയെടുക്കലാണ് സലഫി തർബിയത്തിന്റെ ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളൊക്കെ സഹാബികൾ ജീവിച്ചതുപോലെ ജീവിക്കാൻ, താബിഈങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കാൻ പരിശ്രമിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും വേണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ ഇൽമു വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ നമ്മൾ നിത്യേന പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. സ്വന്തം തെറ്റുകളെ കുറിച്ച് ഓർത്ത് കരയാൻ, സ്വന്തത്തെ ഒന്ന് വിചാരണ ചെയ്യാൻ, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാനിപ്പം എന്ത് നന്മകളൊക്കെയാ ചെയ്തത്, എന്ത് തിന്മകൾ നിന്നൊക്കെയാ വിട്ടു നിൽക്കാൻ ഞാൻ ശ്രമിച്ചത് എന്ന് സ്വന്തമായി ചോദിച്ച് ഇന്നത്തെക്കാൾ നല്ലവനായി നാളെ, നാളത്തെക്കാൾ നല്ലവനായി മറ്റന്നാൾ, അങ്ങനെ നമ്മൾ നമ്മുടെ ഈമാന്റെ ദർജ, നമ്മുടെ അമലുകളുടെ ദർജ കൂട്ടി വരേണ്ടതുണ്ട്. പരിശുദ്ധ റമളാനാണ് വരാൻ പോകുന്നത്. ജീവിതത്തിൽ അടിമുടി മാറ്റമുണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എങ്കിലേ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله الواحد القهار والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحابته أجمعين.
ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പ്രവാചകന്മാർക്ക് പോലുമില്ലാത്ത ഒരു ശുഭാപ്തി വിശ്വാസം നമ്മളിൽ ചില ആളുകളെയൊക്കെ പിടികൂടിയിട്ടുണ്ട് എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. നബിമാരുടെയൊക്കെ ചരിത്രം പറയുന്നിടത്ത് നബിമാർ നടത്തിയ പ്രാർത്ഥനകൾ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അവരൊക്കെ പ്രാർത്ഥിച്ചിരുന്ന വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മളും അവരും എവിടെ കിടക്കുന്നു നമുക്ക് മനസ്സിലാകും. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെ അള്ളാഹു ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഞാൻ നിങ്ങളെ ഇബ്രാഹിമെ നിങ്ങളെ നാം ജനങ്ങൾക്ക് ഇമാമാക്കുന്നു എന്ന് പറഞ്ഞ ആളാണ്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബി അള്ളാഹു ഖലീലായി തന്റെ ഉറ്റമിത്രമായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ്. മാത്രല്ല അദ്ദേഹം സ്വർഗത്തിലാണെന്ന് അള്ളാഹുന്റെ സർട്ടിഫിക്കറ്റ് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ, അദ്ദേഹം ആഖിറത്തിൽ സാലിഹീങ്ങളോടൊപ്പം തന്നെയാണ്, സാലിഹീങ്ങൾപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താ? അദ്ദേഹം പ്രാർത്ഥിച്ചു വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം. കണ്ടോ, ഐശ്വര്യ സ്വർഗത്തിന്റെ അവകാശികളിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, ആളുകൾ ഒരുമിച്ച് കൂടപ്പെടുന്ന ദിവസത്തിൽ എന്നെ നീ അപമാനിക്കല്ലേ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും ഉപകാരപ്പെടാത്ത ദിവസം, അന്നത്തെ ദിവസത്തിൽ നീ എന്നെ അപമാനിക്കല്ലേ എന്ന് ആരാ പ്രാർത്ഥിക്കണത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പരലോകത്ത് അപമാനിതരാകുക എന്നുള്ളത് എന്ത്, ആദം നബി മുതൽ അവസാനം വരെയുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് അപമാനിക്കപ്പെടാം. പക്ഷെ അദ്ദേഹത്തിന് പേടിയാണ്, അദ്ദേഹത്തിന്. കണ്ടോ നിങ്ങൾ? അതുപോലെ യൂസുഫ് നബി അലൈഹി സ്വലാം, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, എന്നെ സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നബിമാരായി പ്രാർത്ഥിക്കണത്. അതുപോലെ സുലൈമാൻ നബി അലൈഹിസ്സലാം, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർലാഹ് വഅദ്ഖിൽനി ഫീ റഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. എന്റെ റബ്ബേ, എനിക്ക് നീ സൗകര്യം ചെയ്തു തരണേ. അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ, നീ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക്, വഅലാ വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കാനുള്ള സൗകര്യം ചെയ്തു തരണേ, ശുക്ർ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരണേ. നോക്കുങ്ങള്, നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്തിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമ്മുടെ ബാധ്യതയാണ്. പക്ഷെ ആഗ്രഹം നമുക്ക് നന്ദി കാണിക്കണം, പക്ഷെ അവസരങ്ങൾ ഉണ്ടാകുന്നില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ. മാത്രല്ല വാദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സാലിഹീൻ, നിന്റെ റഹ്മത്ത് കൊണ്ട് നാളെ സാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ എന്നെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു നബിയുടെ മാത്രം കാര്യമല്ല. എല്ലാ നബിമാരും ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്തി, നല്ല കാര്യങ്ങളിൽ ധൃതിപ്പെടുന്നവരായിരുന്നു നബിമാരൊക്കെ. വയദഊനനാ റഗബൻ വറഹബൻ, പ്രതീക്ഷയോടും പേടിയോടുകൂടിയും നമ്മോട് ദുആ ചെയ്യുന്നവരായിരുന്നു. വകാനുലനാ ഖാശിഈൻ, അവർ നമ്മോട് നല്ല ഖുശൂ ഭക്തി ഉള്ളവരായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ പ്രാർത്ഥനയും ഭക്തിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതില്ലേ? നമ്മൾ വെറും അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുക, എന്നാ ഇസ്ലാമിന്റെ ആളാവും വേണം, അത് രണ്ടുകൂടി നടക്കുവോ? അള്ളാഹുവിനെ ഓർത്തൊന്ന് കരഞ്ഞിട്ടുണ്ടോ നമ്മള്? നമ്മളെ പാപങ്ങളെ ഓർത്ത് വ്യസനിച്ചിട്ടുണ്ടോ നമ്മള്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൽ നീര് കെട്ടുമാറി രാത്രി നിസ്കരിച്ചപ്പോ ഭാര്യ ചോദിച്ചു, കേട്ടിട്ടില്ലേ നമ്മള്? അല്ലേ, എന്തിനാ നബിയെ ഈ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട നിങ്ങൾ ഇങ്ങനെ ക്ലേശിക്കുന്ന എന്തിനാ, കഷ്ടപ്പെടുന്ന എന്തിനാ? എന്താ റസൂലുള്ളാഹിന്റെ മറുപടി? അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറ, ഏറ്റവും കൂടുതൽ അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്ന ഒരടിമയാകാൻ എനിക്ക് ആഗ്രഹിച്ചുകൂടെ ആയിഷ? അപ്പൊ ഞാൻ ചെയ്തതൊന്നും പോരാ എന്നാണ് റസൂലുള്ളാഹിക്ക് തോന്നുന്നത്. നമുക്ക് അങ്ങനെയല്ല. നമ്മൾ 5 വക്ത് നിസ്കരിച്ചാൽ തന്നെ നമുക്കൊരു അഭിമാനമായി, ഞാനൊക്കെ ഇനി സ്വർഗത്ത് പോയി ഇനി പാരാ പോവുക. ആ രൂപത്തിലേക്ക് സ്വന്തത്തെക്കുറിച്ച് നമുക്ക് വല്ലാത്തൊരു അഹങ്കാരം, ഒരു അമിതമായ ആത്മവിശ്വാസം നമുക്കുണ്ടായാൽ അത് നമ്മൾ വഴിവെപ്പിക്കും. വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ തസ്കിയത്തിനെ പറ്റി, നമ്മുടെ തെർബിയത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കണം, പഠിക്കണം. നമ്മുടെ തെർബിയത്തും തസ്കിയത്തുമാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് നാളെ സ്വർഗത്തിലെത്തണമെങ്കിൽ നാം തന്നെ അധ്വാനിക്കണം. നമ്മളും നമ്മുടെ കുടുംബവും നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പരിശ്രമിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.